ചായ, ബാംഗ്ലൂർ ചായ, ചെന്നൈ ചായ ഇവയൊക്കെ കുടിക്കണമെങ്കിൽ കോതമംഗലത്ത് ഗോപാലകൃഷ്ണന്റെ ചായക്കടയിൽ എത്തിയാൽ മതി. ചായക്കോപ്പയിലെ ഇന്ത്യൻ രുചി വൈവിധ്യങ്ങൾ ഒരു കൂരയ്ക്ക് കീഴിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇലഞ്ഞിയിലെ ഈ ചായക്കട. പിറവം റൂട്ടിലെ ജനതാ ജംഗ്ഷനിലാണ് ഊതിക്കുടിക്കുന്ന ചൂട് ചായക്കൊപ്പം നാനത്വത്തിലെ ഏകത്വം എന്ന ഭാരതീയ സംസ്കാരം കൂടി വിളമ്പുന്നത്. ഉത്തരേന്ത്യക്കാർക്ക് മസാല ചായ, തമിഴ്നാട്ടുകാർക്ക് മധുരം കൂടിയ കൊഴുത്ത ചായ, കന്നഡികർക്ക് ഏലക്കയും ഗ്രാമ്പുവും ചേർത്ത ചായ, മലയാളിക്ക് ലൈറ്റ്, സ്ട്രോങ്, വിത്തൗട്ട്, മീഡിയം ചായകൾ. ആളറിഞ്ഞ് ചായ കൂട്ടുന്നതാണ് ഈ കടയുടെ പ്രത്യേകത. ഭാഷ കേട്ടാൽ മതി രുചി ഏതെന്ന് ഗോപാലകൃഷ്ണന് അറിയാം. വർഷങ്ങളോളം മുംബൈ ആഗ്ര റോഡിലും ഗുജറാത്തിലെ വാപ്പിയിലും ചായക്കട നടത്തി പരിചയമുള്ള ഗോപാലകൃഷ്ണന് ഹിന്ദിക്കാരുടെ രീതിയും അറിയാം. പാലും പഞ്ചസാരയും തേയിലയും വിവിധ ഇനം മസാലക്കൂട്ടുകളും കൃത്യമായ അളവിൽ ചേരുന്നതാണ് വടക്കൻ ചായ. എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റിൽ നിന്നാണ് ഇതിനുള്ള മസാലക്കൂട്ടുകൾ വാങ്ങുന്നത്. തമിഴ്നാട്ടുകാർക്ക് കൊഴുപ്പും മധുരവും കൂടുതൽ വേണം, പക്ഷേ അളവ് അധികം വേണ്ട. കന്നഡികർക്ക് മസാല നിർബന്ധമാണ്. എന്നാൽ മലയാളികളുടെ കാര്യത്തിൽ ഗോപാലകൃഷ്ണൻ മാത്രമല്ല, ഏത് ചായക്കടക്കാരനും തോറ്റുപോകും. കാരണം 5 പേർ ഒരുമിച്ച് വന്നാൽ 5 തരം ചായ വേണം. ഏറെയും വിത്തൗട്ട് ആയിരിക്കും. പിന്നെ ലൈറ്റ്, സ്ട്രോങ്, മീഡിയം അങ്ങനെ നീണ്ടുപോകും. കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത്. ഇവിടെ ബോംബെ ചായ, ബാംഗ്ലൂർ ചായ, മദ്രാസ് ചായ, സാദാ ചായ അങ്ങനെ എല്ലാ ഐറ്റംസും കൊടുക്കുന്നുണ്ട്. പിന്നെ ഓർഡർ അനുസരിച്ച് ആൾക്കാർക്ക് സാധനങ്ങൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കും, അല്ലാതെ ഇവിടെ വന്നും കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ബോംബെ ചായ എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊടിയാണ്, മസാലപ്പൊടിയാണ്. ബാംഗ്ലൂർ ചായ എന്ന് പറയുമ്പോൾ ഏലക്ക, ഗ്രാമ്പൂ ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. മദ്രാസ് ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ കുറച്ചേ ഉണ്ടാവുള്ളൂ, മധുരവും കടുപ്പവും കൂടും. പ്യുവർ പാലിലാണ് ആ ചായ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇതായിട്ടുള്ളത്. ബോംബെ ചായ, ബാംഗ്ലൂർ ചായ, ചെന്നൈ ചായ എന്ന് എഴുതിയ ബോർഡാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. ബോർഡ് കണ്ട് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ വണ്ടി നിർത്തി ചായ കുടിക്കുമെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു. ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ കൂടുതലായി യാത്ര ചെയ്യുന്ന റോഡിൽ ഒരു ചായക്കട തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ അതിലൊരു വൈവിധ്യം വേണമെന്നേ ഗോപാലകൃഷ്ണൻ ചിന്തിച്ചിരുന്നുള്ളൂ. അത് ഇത്രമേൽ ക്ലിക്കാകുമെന്ന് കരുതിയിരുന്നില്ല. അഖിലേന്ത്യാ ചായയ്ക്ക് പുറമെ ഉള്ളിവട, കോളിഫ്ലവർ ബജി, മുട്ട ബജി, മുളക് ബജി, പഴംപൊരി, പരിപ്പുവട, ഉഴുന്നുവട, സവാള വട തുടങ്ങിയ പലഹാരങ്ങളിലും ഗോപാലകൃഷ്ണന്റെ കൈപുണ്യം പ്രകടമാണ്.